കോഴിക്കോട് മന്ത്രിമാരുടെ മണ്ഡലങ്ങളായ എലത്തൂരും ബേപ്പൂരും അടക്കം കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ അങ്കലാപ്പിലാണ് CPIM. അതേസമയം 1.5 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടുമെന്ന UDF ക്യാമ്പും പ്രതീക്ഷിച്ചിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ MK രാഘവന് 19,561 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലമായ എലത്തൂരിലാകട്ടെ 10,491 വോട്ടാണ് MK രാഘവന് എളമരം കരീമിനേക്കാൾ കൂടുതലായി കിട്ടിയത്. ഇടതിന് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്ന ബാലുശ്ശേരിയിലും കോഴിക്കോട് നോർത്തിലും സൗത്തിലും കുന്നമംഗലത്തും MK രാഘവന് വലിയ ഭൂരിപക്ഷം കിട്ടി. UDF മണ്ഡലമായ കൊടുവള്ളിയിൽ വോട്ട് ഇരട്ടിയോടടുത്തായി. രാഹുൽ തരംഗത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതിച്ചുയർന്ന ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും മുന്നിൽ കയറാനാവാത്ത വിധം എളമരം കരീം MK രാഘവന് മുന്നിൽ വിയർത്തു. 2009 കണ്ണൂരിൽ നിന്ന് വെറും 838 വോട്ടിൽ തുടങ്ങിയതാണ് MK രാഘവന്റെ ജൈത്രയാത്ര. ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലെല്ലാം കംഫർട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞൊഴിഞ്ഞ UDF ക്യാമ്പിനെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ് ഫലം. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും വ്യക്തമായ ലീഡ് ഉറപ്പിക്കാൻ MK രാഘവന് കഴിഞ്ഞു. നിലവിലെ രാജ്യസഭാ MP തന്നെ ഇറക്കി കളം പിടിക്കാമെന്ന മോഹം പൊലിഞ്ഞതിന്റെ നിരാശയിലാണ് LDF ക്യാമ്പ്. അതേസമയം 2019 സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബു നേടിയ 1,61,216 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. റിപ്പോർട്ടർ, കോഴിക്കോട്.